ഭക്ഷ്യധാന്യങ്ങൾ, മണ്ണെണ്ണ, LPG വിതരണത്തിന് ആധാർ കാർഡ് ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ അനുമതി. എന്നാൽ ആധാർ ഇല്ലെന്ന പേരിൽ പൗരന്മാർക്ക് ഒരു ആനുകൂല്യവും നിഷേധിക്കരുത്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണോ എന്ന വിഷയം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു. സർക്കാർ സേവനങ്ങൾക്ക് ആധാർ നിർബന്ധമാക്കരുതെന്ന മുൻ ഉത്തരവ് ഭേദഗതി ചെയ്താണ് പൊതുവിതരണ സംവിധാനത്തെ ആധാറുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി അനുമതി നൽകിയത്. അർഹരായവർക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ ആധാർ അനിവാര്യമാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. ആധാർ വിവരങ്ങൾ ചോരില്ലെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പിനെ തുടർന്ന് പരിഷ്കരിച്ച ഇടക്കാല ഉത്തരവിൽ 4 നിർദ്ദേശങ്ങളാണുള്ളത്. പൊതുവിതരണ സംവിധാനത്തിലൂടെ മണ്ണെണ്ണയും ഭക്ഷ്യധാന്യങ്ങളും വിതരണം ചെയ്യുന്നതിനും LPG വിതരണത്തിനും ആധാർ ഉപയോഗിക്കാം. ആധാർ ഇല്ലാത്തതുകൊണ്ട് ഒരാനുകൂല്യവും നിഷേധിക്കപ്പെടരുത്. ആധാറിനായി ശേഖരിച്ച വിവരങ്ങൾ മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കരുത്. ആധാർ സേവനങ്ങൾക്ക് നിർബന്ധമല്ലെന്ന് അച്ചടി ദൃശ്യമാധ്യമങ്ങളിലൂടെ സർക്കാർ ജനങ്ങളെ അറിയിക്കണം. ആധാറുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അതേസമയം സ്വകാര്യതയ്ക്കുള്ള വ്യക്തികളുടെ അവകാശത്തിന്റെ ലംഘനമാണ് ആധാർ എന്ന വാദം 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടാൻ ജസ്റ്റിസ് J. ചലമേശ്വറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് തീരുമാനിച്ചു. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണോ എന്നാണ് 5-അംഗ ബെഞ്ച് നിശ്ചയിക്കുക. എം. ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി.